ഗുഡ് മോർണിംഗ് ഓൾ. ബാലനഗർ ITIയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എടുക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് ലേസർ ബീം വെൽഡിംഗ്. എന്താണ് ലേസർ ബീം വെൽഡിംഗ്? സാന്ദ്രത കൂടിയ ലേസർ രശ്മികൾ ഉപയോഗിച്ചാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് പ്രകാശോർജ്ജത്തെ താപോർജ്ജം ആക്കി മാറ്റുന്നു. ഈ താപോർജ്ജം ഉപയോഗിച്ചാണ് വെൽഡിംഗ് ചെയ്യുന്നത്. ഇതൊരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സാണ്. എന്താണ് ലേസർ? ഉത്തേജിക വികിരണത്തിലൂടെയുള്ള സാന്ദ്രത കൂടിയ പ്രകാശമാണ് ലേസർ എന്ന് പറയുന്നത്. നമുക്കിനി ലേസർ ബീം വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തെന്ന് നോക്കാം. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ ആഗിരണം ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ ഫലമായി ഉത്തേജിക്കപ്പെടുകയും കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. തന്മൂലം ഇതൊരു പ്രകാശത്തിൻ്റെ ഒരു ഫോട്ടോൺ പുറപ്പെടുവിക്കുന്നു. ഉത്തേജിക വികിരണത്തിലൂടെയുള്ള ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഫോട്ടോണിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ഒരു ലെൻസിൻ്റെ സഹായത്താൽ ഒരു കേന്ദ്രീകൃത ലേസർ ലഭ്യമാവുകയും ചെയ്യുന്നു. ഇനി ലേസർ ബീം വെൽഡിങ്ങിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് ലേസർ, സോളിഡ് ലേസർ, സെമി കണ്ടക്ടർ. ഗ്യാസ് ലേസർ എന്ന് നോക്കാം. ഇവിടെ ലേസർ ഉണ്ടാകുന്നതിന് വേണ്ടി ചില ഗ്യാസുകൾ അല്ലെങ്കിൽ ഗ്യാസ് മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നു. നൈട്രജൻ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ സിനോൺ, നിയോൺ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഈ ഗ്യാസ് മിശ്രിതങ്ങൾ വിവിധ അനുപാതങ്ങളിൽ രണ്ട് ആറ്റങ്ങളിലും ഉയർന്ന പ്രതിഫലന ശേഷിയുള്ള ഒരു റിഫ്ലക്റ്റഡ് മിറർ സ്ഥാപിച്ച ഒരു ഗ്ലാസ്സിലൂടെ ശക്തിയേറിയ ലേസർ രശ്മികൾ സൃഷ്ടിക്കുന്നു. സാധാരണയായി നാം കൂടുതലായി ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ലേസർ ആണ്. ഒരു കാർബൺ ഡയോക്സൈഡ് ലേസർ വികിരണോർജ്ജ സാന്ദ്രത എന്ന് പറയുന്നത് സൂര്യൻ്റെ രശ്മിയേക്കാൾ കൂടുതലാണ്. അടുത്തതാണ് സോളിഡ് ലേസർ. സോളിഡ് ലേസർ എന്ന് നോക്കാം. ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ലേസർ രശ്മികൾ ഉണ്ടാകുന്ന രീതിയാണിത്. ഇതിനായി സിന്തറ്റിക് റൂബി റോഡ് അതുപോലെ തന്നെ സപ്പയർ തുടങ്ങിയവ ഉപയോഗിക്കുന്നു. സിന്തറ്റിക് റൂബി റോഡ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡിൽ ക്രോമിയം അടങ്ങിയ ഒരു ലേസർ മെറ്റീരിയലിനെയാണ് സിന്തറ്റിക് റൂബി റോഡ് എന്ന് പറയുന്നത്. ഇതിൽ അവസാനത്തേതാണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരം ലേസറുകളിൽ ലേസിംഗ് മീഡിയം ഒപ്റ്റിക്കൽ ഫൈബറുകൾ തന്നെയാണ്. പ്രകാശരശ്മികളെ വളരെ വേഗത്തിലും കൃത്യമായി കടത്തിവിടുന്ന ഒരു മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഈ മാധ്യമം ഉപയോഗിച്ചാണ് ഇവിടെ ലേസർ രൂപപ്പെടുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ലേസർ ബീം വെൽഡിംഗ് എന്ന ടോപ്പിക്കാണ്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി.